സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ എല്ലാവരും എക്സാമിന്റെ ചൂടിലാണല്ലേ. എക്സാമിന് ഭയങ്കരമായ പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 5 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതുകൊണ്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയിക്കോ, ഉറപ്പായിരിക്കും ഈ ഒരു ചോദ്യം വന്നിരിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് ഇത് ഏത് ഭാഗത്തു നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം, വൃത്തചിത്രം അഥവാ പൈ ചാർട്ട് എന്ന് പറയുന്ന ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ ചോദ്യം വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ അവസാനത്തെ ടെക്സ്റ്റ് ബുക്ക്, ലാസ്റ്റ് ടേം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ആനുവൽ എക്സാമിനുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഷുവർ ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും 5 മാർക്കിനുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട്. അപ്പൊ ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ ഡ്രോ എ പൈ ചാർട്ട് അല്ലെങ്കിൽ ഒരു വൃത്തചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നാൽ എന്റെ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വൃത്തം വരയ്ക്കുക എന്നുള്ളതാണ്. അതിന് കോമ്പസ് കൊണ്ടുപോകണം, നല്ല ഷാർപ്പായിട്ടുള്ള പെൻസിൽ കൊണ്ടുപോകണം. ഇതൊന്നും മറന്നു പോരുത്. ഒരു വൃത്തം വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക, അതിന്റെ സെൻട്രലിൽ നിന്ന് ഒരു ലൈനും വരച്ച് കംപ്ലീറ്റ് ചെയ്ത് അവിടെ വെക്കുക. ഇത്രയും വരച്ചു വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന സാലറി അയാൾ ആ മന്ത്ലി എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഡാറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ചിലപ്പോൾ ഡാറ്റ മാറി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും തരിക. ഓക്കെ, എന്തോ ആവട്ടെ, ഈ ഒരു ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, ആ സർക്കിളിന്റെ ഉള്ളിലേക്ക് വരയ്ക്കണം. അങ്ങനെ ഈ ഡാറ്റയെ സർക്കിളിന്റെ ഉള്ളിലേക്ക് ആക്കണമെങ്കിൽ ഇതിനെ ആംഗിളിലേക്ക് മാറ്റണം. ഈ തന്നിരിക്കുന്ന ഡാറ്റയെ കോണുകളാക്കി മാറ്റണം. എങ്ങനെ മാറ്റും അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പേഴ്സൻറ്റേജിലാണ്. എന്തിലാണ്? പേഴ്സൻറ്റേജിലാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്തോ ആയിക്കോട്ടെ, അത് പേഴ്സൻറ്റേജിലാണ് എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ മക്കൾ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? 35% ആംഗിൾ ആക്കി മാറ്റണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 35/100 × 360. അതായത് 35% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 35/100 ആണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 അല്ലേ, × 360. അടുത്തത് 25%. 25/100 × 360. 20%-നെയോ 20/100 × 360. 15 ആണെങ്കിൽ 15/100 × 360. 5% ആണെങ്കിൽ 5/100 × 360. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളുകൾ കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് ഇതെങ്ങനെ ചെയ്യും? സഹായിക്കാം. 35%. അപ്പൊ എന്ത് ചെയ്യാ? 35/100 × 360. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ 100ന്റെ 0യും 360യുടെ 0യും കട്ട് ചെയ്തു പോകും. ബാക്കിയോ ഈ 10 എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയാം 2 × 5 ആണ്. അറിയാം. 35 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 7 × 5 ആണ്. ശരിയല്ലേ? അപ്പോ ഈ 5ഉം ഈ 5ഉം കട്ടായിപ്പോയി. ഓക്കെ, 35ന്റെ അകത്തും പോയി, ബാക്കി 7 ബാക്കി. ഇവിടെ 2 നമുക്ക് എന്ത് ചെയ്യാം? 36നെ കട്ട് ചെയ്യാം 18 ടൈംസ്. അപ്പോ ബാക്കി എല്ലാരും പോയി. ഇനി ആരാ ബാക്കിയുള്ളത്? 7 × 18. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 126 ഡിഗ്രി. 126 ഡിഗ്രി. ഓക്കെ, അടുത്ത ആരാണ്? 25%. അതും ഇതേപോലെ തന്നെ എഴുതുക. എന്താണ് നോക്കാം. 25/100 × 360. 0യും 0യും കട്ടായി പോവും. അല്ലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അങ്ങനെ തന്നെ ചെയ്തോ. 2 × 5 എന്ന് വരും അല്ലെ. 2 × 5 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 18 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് വരും. 18 × 5 എത്രയാണ്? 90 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അടുത്തത് ആരാണ്? 20%. ഇതിനൊക്കെ വേറെ എളുപ്പവഴിയും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. 20/100 × 360. 0യും 0യും പോയി. 36 × 2 എത്രയാ? 72 ഡിഗ്രി. റെഡി? അടുത്തത് ആരാണ്? 15 അല്ലെ. 15/100. ഇവിടെ നോക്കുക. 15/100 × 360. 0യും 0യും പോയി. 10 നമ്മൾ എന്ത് ചെയ്തു? 2 × 5 എന്ന് എഴുതി. ഇത് പോയി 3 ടൈംസ്. ഇവിടെ പോയി 18 ടൈംസ്. 18 × 3 എത്ര വരും? 18 × 3 54 ഡിഗ്രി. റെഡി? യെസ്, 54. അടുത്തത് ആരാണ്? 5%. അത് നമുക്ക് ഇവിടെ എഴുതാം. 5/100 × 360. 0യും 0യും പോയി.
2 into 5, 5ഉം 5ഉം പോയി 18. അപ്പൊ എത്ര വരും? 18 ഡിഗ്രി എന്ന് വരും. ഇത്രയും നമുക്ക് ചെയ്യാൻ അറിയാം. ഇനി എന്ത് ചെയ്യും മിസ്സേ? ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആളെ എടുക്കും. ആരാണ്? നമ്മുടെ സ്വന്തം പ്രൊട്രാക്ടർ അല്ലെ? പ്രൊട്രാക്ടറിനെ എടുക്കുക. ആദ്യത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 126 ആണ്. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടറിനെ എടുക്കുക. പ്രൊട്രാക്ടർ എന്ത് ചെയ്യുക? ഇതേപോലെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് 126 എവിടെയാ വരുന്നത് നോക്കുക. ഏകദേശം ഇവിടെ ആയിട്ടൊക്കെ വരും. ഇവിടെയൊക്കെ ആയിട്ട് വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈന് മാർക്ക് ചെയ്യാം. ഇതാണ് 126, ആംഗിൾ 126. അടുത്ത ആരാണ്? 90 ഡിഗ്രി. അപ്പൊ നമ്മൾ അടുത്ത് പിന്നെയും നമ്മുടെ പ്രൊട്രാക്ടറിന് എടുക്കും. എവിടെ വെക്കും? രണ്ടാമത് നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് എവിടെ വെക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവസാനം വരച്ച വര ഏതാണോ അവിടെ വെക്കണം. ഓക്കെ, അവസാനം നമ്മൾ വരച്ചത് ഇവിടെയല്ലേ? ഇവിടെയാണ് നമ്മളുടെ പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഓക്കെ, അവസാനം വരച്ചത് എവിടെയാണോ അവിടെ പ്രൊട്രാക്ടർ വെക്കുക. 90 ഡിഗ്രി ഏകദേശം ഇവിടെ നേരെ ഇവിടെ വരും. ഓക്കെ, നേരെതാ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കാം 90 ഡിഗ്രി. റെഡി. അടുത്തത് എത്രയാണ്? ആംഗിള് 72 ഡിഗ്രി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? അവസാനം വരച്ചത് ഏത് വരെയാണോ അവിടെയാണ് നമ്മൾ പ്രൊട്രാക്ടർ വെക്കേണ്ടത്. നിങ്ങൾ അവിടെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. അവസാനം വരച്ച വരയിൽ പ്രൊട്രാക്ടർ വെക്കുക. അത് ആലോചിച്ച് വെക്കുക. 72 ആണ് അല്ലെ? 72 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയല്ലേ? 72 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും. അത് മിസ്സിന് കൃത്യമായിട്ടല്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കുക. 54 ഇവിടെ വരും. ഓക്കെ, ഏകദേശം ഇവിടെ വരും. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഒരു 54ഉം 18ഉം. 54 വരച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 18 അവിടെ വന്നോളൂ. ഓക്കെ, ഇത് 72, ഇത് 54, ഇത് 18 ഡിഗ്രി. ഇങ്ങനെയാണ് പെർസെന്റേജിൽ തന്ന ഡാറ്റയെ നമ്മൾ വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും മിസ്സേ പെർസെന്റേജിൽ അല്ലെങ്കിലോ? പെർസെന്റേജിൽ അല്ല എങ്കിൽ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. പെർസെന്റേജിൽ അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ടോട്ടൽ തന്നിട്ടുണ്ടാവും. എന്ത് തന്നിട്ടുണ്ടാവും? ടോട്ടൽ. പെർസെന്റേജ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ടോട്ടൽ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 35, ഇപ്പൊ ഒരു 40 കുട്ടികൾ, 40 കുട്ടികളിൽ 14 പേര് ബസ്സിൽ വരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. 40 കുട്ടികളുണ്ട്, ടോട്ടൽ 40 സ്റ്റുഡൻസ്. അതിൽ ബസ്സിൽ വരുന്ന 15 പേര്, കാറിൽ വരുന്ന 20 പേര്. ഇങ്ങനെയാണ് ചോദ്യം വന്നതെന്ന് വിചാരിക്കുക, സപ്പോസ്. അപ്പൊ നിങ്ങൾ എങ്ങനെ വരയ്ക്കുന്നു ചോദിച്ചാൽ മക്കൾ ഇങ്ങനെ ചെയ്താൽ മതി. ബസ്സിൽ വരുന്ന 15 പേരല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 15/40 × 360. നമ്മൾ നേരത്തെ എത്രയാണോ ബൈ 100 ചെയ്തെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 40. ഏതാണോ ടോട്ടൽ അത് എടുത്താൽ മതി. കാര്യം ടോട്ടൽ അല്ലെങ്കിൽ പെർസെന്റേജ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ മിസ് പറഞ്ഞത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചിട്ട് പോവുക. എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സോ താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.